ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിനോളോസിൻ്റെ ഒരു ഹാപ്പി വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. വോട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. വോട്ട് ചെയ്യാൻ നമ്മുടെ മനസ്സാക്ഷിയുടെ അംഗീകാരമായ അതൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടപ്പില്ലായിരുന്നു. ഇന്ന വോട്ട് ഇന്ന വ്യക്തിക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെ മനസ്സിൽ തോന്നുന്ന നമുക്ക് ഉചിതം തോന്നുന്ന ആൾക്ക് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ കേട്ടോ. കാരണം നമ്മൾ ഓരോരുത്തരുടെയും മൗലിക അവകാശമാണ് വോട്ട്, അല്ലേ? അപ്പം നമുക്ക് നല്ലതെന്ന് തോന്നുക, യുക്തമെന്ന് തോന്നുക തിരഞ്ഞെടുക്കുക, വോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്നാ പറഞ്ഞ ഈ സത്യം പറഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് ഈ പാർട്ടിക്കാരൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ്റെ ആ ടൈം ആകുമ്പോഴത്തേക്കും ഭയങ്കര സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അത് ചിലപ്പോൾ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യത്തില്ലാത്ത ആൾക്കാരും ഉണ്ട്. ശരിയല്ലേ? ഓരോരുത്തരുടെ അനുഭവം കൊണ്ട് പറയുന്നത് അത്രയും അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നണം ആരാ നല്ലത്, ആരായിരിക്കും ഒന്നുകൂടി ഇത് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ മനസ്സിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നന്മ വരുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ പൊതുജനത്തെ അംഗീകരിക്കുന്ന അങ്ങനെയൊക്കെ കരുതി നമ്മുടെ മനസ്സാക്ഷിക്ക് തോന്നുന്ന ആൾക്കാണ് വോട്ട് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പോയി വോട്ടൊക്കെ ചെയ്തിട്ട് വരാം. ഞാൻ പഠിച്ച സ്കൂളിലാണ്, ഉപ്പാറ സെൻറ്റ് ഫിലോമിനാസ് സ്കൂളിലാണ്, നമ്മുടെ ഉപ്പാറപ്പള്ളിയുടെ അവിടെ. അപ്പോൾ എന്തായാലും രാവിലെ പോകാനായിട്ട് 9 മണിയായി കേട്ടോ. എന്നാൽ പോയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് സന്തോഷിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോകണം. പിന്നെ എൻ്റെ ഒരു അമ്മാവൻ വയ്യാണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ ആയിരുന്നു. അമ്മാവനെ ഒന്ന് കാണാൻ പോകണം. പിന്നെ അമ്മേനെ കണ്ടു കുറച്ച് ദിവസമായി. അമ്മേനെ ഒന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല. എല്ലാവരും വോട്ടിനും കാര്യങ്ങൾക്കൊക്കെ പോകുമെന്ന് അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. ഏതായാലും വീട്ടിലൊക്കെ പോട്ടെ. പിന്നെ നമ്മുടെ SNDPയുടെ പരിപാടിയല്ലേ അടുത്ത ദിവസം. അപ്പം അപ്പച്ചി ഒരു 2-3 സെറ്റ് മുണ്ട് എടുത്തുകൊണ്ട് പറയാം. എനിക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ സെറ്റ് മുണ്ട് കൊടുത്തിട്ടില്ല, ധാവണിയൊക്കെ ഇട്ടിട്ടുണ്ട് ചിപ്പിമോള്. അപ്പം ഒരെണ്ണം കൊണ്ടുവരണേ, 1-2 കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിപ്പിമോൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു സെറ്റ് മുണ്ടും ഒക്കെ കൊണ്ടു കൊടുക്കണം. പിന്നെ കഴിഞ്ഞ ദിവസം എന്നാ പറയുന്നത്, ചുരിദാർ തയ്ച്ച് മേടിച്ചോണ്ടെങ്കിൽ പോകുന്നതേ ഉള്ളൂ. പൈസ തിന്നിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു, അത് അവൾക്ക് കൊടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം ഞാൻ പോയിട്ട് എന്നാണെങ്കിലും തിരിച്ചൊരു 4 മണിയാകുമ്പോഴത്തേനേ വരത്തുള്ളൂ. വന്നിട്ട് പോയിട്ടു വീട്ടിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ അതിലെല്ലാം ഇങ്ങനെ കറങ്ങി നടക്കും. അമ്മാവൻ്റെ വീട് കുട്ടായുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ ശ്വാസമുട്ടലും കാര്യങ്ങളും വയ്യാഴിയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇന്നൊരു ഭയങ്കര വിഷമമുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ സംഘത്തിൻ്റെ ഉഷേച്ചിയില്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഉഷേച്ചിയുടെ അമ്മേനെ കാണാനായിട്ട് ചങ്ങനാശ്ശേരിക്ക് പോയിട്ടുണ്ടെന്ന്. ആ അമ്മച്ചി മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ വോയിസ് കേട്ടത്. പക്ഷേ അടക്കിൻ്റെ സമയമാകുമ്പോഴത്തേനും നമുക്കിപ്പം പോയാലും എത്താൻ പറ്റിയല്ല. അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. പ്രാർത്ഥിക്കുന്നു അമ്മച്ചിയുടെ ആത്മാവിനുണ്ട്. എന്നോ കരച്ചിലായിരുന്നറിയോ. അന്ന് ഞാൻ വീഡിയോയ്ക്ക് അത് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർക്കും ഇങ്ങനൊന്നും വരാണ്ടിരിക്കട്ടെന്ന്. കുറേ ആയി അമ്മ കിടക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ നല്ല ഒരു മരണം കൊടുത്തു ദൈവം. ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, അല്ലേ? അതല്ലേ വേണ്ടത്. അപ്പോൾ എന്തായാലും പോയിട്ടൊക്കെ വരാം കേട്ടോ. ഉണ്ടോ മോദിയുടെ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നത്. എന്തേ അമ്മ പോയി വോട്ടൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുക കേട്ടോ. എന്നാ ഉണ്ട് വിശേഷമൊക്കെ? സുഖമാണ്. ആ ഫാനൊന്നും ഓഫാക്കിയടാ വെച്ചേ. ഫാനിൻ്റെ ഭയങ്കര സൗണ്ടാണ്. ഇന്നലെയൊക്കെ ഞാൻ പോയ വഴിക്കൊക്കെ വീഡിയോ എടുത്തിട്ട് കാറ്റിൻ്റെ ഭയങ്കര സൗണ്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു എഡിറ്റ് ചെയ്തപ്പോൾ. പനി അസുഖമൊക്കെ പറഞ്ഞ് ആശുപത്രിയിലൊക്കെ പോയി ആങ്ങളേനെയൊക്കെ പോയി കണ്ട് നല്ല സുഖമായിട്ടിരിക്കുന്നു. എന്നാടി പേർക്കയോ സ്പെഷ്യൽ ആണോ? വോട്ടിന് പോയിട്ട് ഇവിടെ വന്നിരിക്കുക. നീ എങ്ങനെയായാലും തത്തി വീട്ടിൽ ചെന്ന് കയറും, കട്ടിലേക്ക് കയറി കിടക്കും. അല്ല പിന്നെ വേറെ എങ്ങോട്ടും പോകാൻ പറ്റുകയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ വരണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. വേറെ എങ്ങോട്ടും പോകുന്നില്ലേ? അങ്ങോട്ട് വരണമെന്ന് പറയാനാണ് വന്നത്. നീ ഇങ്ങനെ വണ്ടി ഓട്ടത്തിന് അതിലേക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കണം. എനിക്ക് പേടിയാണ് തന്നെ ഇരിക്കാൻ. അവിടെ എന്നാ പേടിക്കാനോ തന്നെ ഇരിക്കാൻ? നീ ഉള്ളപ്പോൾ ഒന്നൊരാഴ്ച നിൽക്കുന്നു. കിച്ചുക്കുട്ടൻ വണ്ടി ഓടിച്ചുകൊണ്ട് അതിലേക്ക് പോയെന്ന് പറഞ്ഞു കേട്ടോ. എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പച്ചി ഓടിക്കാൻ പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ദിവസം ആട്ടേന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. കുട്ടായുടെ അവിടെ വന്നപ്പം കുട്ടായിയൊക്കെ ഉപ്പേറിക്ക് പോയി. വോട്ട് ചെയ്യാൻ പോയാണോ? ആണോ? വോട്ട് ചെയ്യാൻ പോയാണോ? ആളില്ലായിരുന്നു, ഒരു തിരക്കും ഇല്ല. നല്ല കറ്റാറവാഴ. അതേ അവള് കാണുവാണെ കാണട്ടെ. നിടിമോള് പാവം നട്ട് പിടിപ്പിച്ചു വെച്ചു. കുട്ടമ്മോൻ അത് പറിച്ച് 2 എണ്ണവും ഉടുപ്പിച്ചവിടെ വെച്ചിട്ടുണ്ട്. ഉണങ്ങാൻ ഉണ്ടോ? അമ്മ ഇപ്പൊ ശ്രീകൂടെ പറയരുത്, എണ്ണ ഉണ്ടാക്കുന്നത് അമ്മൂര് പറിച്ചു വേണമെങ്കിൽ ബന്ധു ഇപ്പോണ്ട് പറിച്ചോണ്ട് പോവാൻ. അയ്യോ മതി. അത് കൊണ്ട് നട്ട് വെച്ചാ കിളുക്കുമായിരിക്കും. ആണോ? ഇതാണ്ടേ ചെടി. ഇത് നമ്മളോട് അല്ല അവിടുന്ന് കൊണ്ടുവന്നല്ല. ഇതല്ലേ, ഇത് മറ്റേ സൈസാ, നിറച്ച് പൂക്കളുള്ള സൈസാ അല്ലേ? തമിഴ്നാട്ടിലെ ആണോ? ആണോ? മറ്റേത് നല്ല ഉള്ളൂടാ, മറ്റേ പൂക്കടയിലൊക്കെ കിട്ടുന്നത് മഞ്ഞ.
ഇത് നല്ലതാ, പക്ഷെ ഇപ്പൊ ഒന്നും കൊണ്ടോട്ട് കാര്യമില്ല, ഭയങ്കര വില. ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ, തിരുഹൃദയം. അയ്യോ മതി. പിന്നെ തിണ്ണയിലൊക്കെ കൊണ്ട് വെച്ച് ചട്ടിക്കകത്തല്ലേ, അത് നല്ലതാ കേട്ടോ. ഞാൻ നേണ്ട കഴിഞ്ഞ സമ്മൂൻ്റെ വീട്ടിൽ പോയപ്പോൾ അങ്ങനത്തെ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. ആ മണി പ്ലാന്റ് നല്ല രസമുണ്ടേ, ഇല കീറി കീറി വെച്ചേക്കുന്ന നമുക്ക്, നമ്മൾ കീറിയ മാതിരിയില്ലേ അല്ലേ? ആണോ? നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോന്ന് കിട്ടിയതാ. ഇതിപ്പോ എല്ലാം രണ്ടെണ്ണം വെച്ച്. ആയതാണോ? ആണോ? അല്ല ഇതൊക്കെ കടയിൽ നിന്ന് മേടിച്ചിട്ടാണോ? അല്ല, വീട്ടിൽ നിന്നാ ഈ ഒരെണ്ണം കിട്ടി. ഇതിന്റെ ഒരു മുള വന്നപ്പോ അത് പറിച്ച് കുത്തിപ്പോ ഇത് കേൾക്കും. ഇതിന് 1, 2, 3 മുളകൾ വരുന്നുണ്ടോ. അപ്പൊ ഇത് പിരിക്കുമ്പോ വാഴ പിരിക്കുന്ന പിരിച്ച് പിരിച്ചത്. എന്താ ദൈവമേ, ആ കുട്ടാക്ക് പിന്നെ അങ്ങനത്തെ പരിപാടിയൊക്കെ ഇഷ്ടമാണ്. എന്നാണേലും ചെടിയോ പച്ചക്കറിയോ ഒക്കെ നടന്നല്ലേ. ഇന്നലെ ആറ്റിൽ പോയി ഒരു 1.5 മണിക്കൂർ മുങ്ങി കിടന്നു. തൊണ്ടയ്ക്ക് വേന. എവിടെ? ഞങ്ങളുടെയോ? അയ്യോ, വെള്ളമുണ്ടോ? വെള്ളം കുറവായിരുന്നു. ഇവിടെ വെള്ളം ഇല്ലാത്തോണ്ട് കുളിക്കാൻ വേണ്ടി വന്നിട്ട് ഇവിടെ ആ ചേച്ചി ഉണ്ടേ, അവിടെ എന്റെ പിള്ളേരെ വന്നിട്ടുണ്ട്. അമ്മമാരെയൊക്കെ ആയിട്ട് ഞങ്ങൾ 4-5 പേര് പോയതാ. തൊണ്ടയ്ക്ക് വേന സൗണ്ട് ഇല്ല അതുകൊണ്ട്. കേട്ടോ അങ്ങനെ ആ കുട്ടായുടെ ഓട്ടോടെ ഒച്ച കേട്ടപ്പോ ഇല്ലേ, ആട് കാർന്നു. ആടിന് കറക്റ്റ് മനസ്സിലായെന്ന് തോന്നുന്നു. വരുന്നുണ്ട്, വോട്ടും ചെയ്തിട്ട് ഉപ്പുറയ്ക്കൊക്കെ പോയിട്ട് വരും കേട്ടോ. ഓ, ഞാനവിടെ ഓട്ടോക്കാശ് കൊടുക്കാൻ പറഞ്ഞതാണ്, ബാഗ് പിടിക്കുന്നതാണ് ഇപ്പോൾ. അല്ല, ഓട്ടോയുടെ അനക്കം കേട്ടപ്പോ ആട് കരയുന്നുണ്ട്. ഓട്ടോയുടെ അനക്കം കേട്ടപ്പോഴേ, ഓട്ടോയുടെ ശബ്ദം കേട്ടപ്പോഴേ ഇങ്ങോട്ട് കയറ്റുകൂടാ. അടിപൊളി. ആ, അങ്ങനത്തെ കയറ്റമൊക്കെ കയറ്റിക്കൊണ്ട് പോകണമെന്ന് പഠിക്കണം. അയ്യോ പൊടി നോക്കി. അല്ല, കുട്ടായുടെ ഓട്ടോടെ വെച്ച് കേട്ടപ്പോ കുട്ടായുടെ മക്കള് കാർന്നു, ആട് കാർന്ന്. അയ്യോ അതെ, എന്നെ ഇവനെ ഇവിടെ പിടിച്ചിരുത്തി ഐസ്ക്രീം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. എന്നിട്ട് തണ്ണിമത്തങ്ങ ഒരു കോപ്പില്ല മക്കളെ. അയ്യോ മോനെ ഐസ്ക്രീം തിന്നല്ലോ കേട്ടോ. നല്ല തിന്നത് കൂടെ ഞാൻ തിന്നാളാടാ. കണ്ടോ? പക്ഷെ 3 ഉള്ളൂ. ആ ശ്രീകുട്ടന് തൊണ്ടയ്ക്കാനായിട്ട് സാരമില്ല. ഞങ്ങളത് മേടിക്കാൻ കട കയറി പ്രൈവും വിളിച്ചത് കൊച്ചു വന്നിട്ടുണ്ട്. ഞാൻ 3 ഐസ്ക്രീം പറഞ്ഞു, ഞങ്ങൾക്ക് 3 പേർക്കുള്ളത്. പിന്നെ ഒരെണ്ണം കൂടെ വെച്ചേക്കാൻ പറഞ്ഞു. ആണോ? അതേതായാലും നന്നായി. ഓ, തണ്ണിമത്തനൊക്കെ ഒരു ലോഡ് കണക്കണോ? കുട്ടായി വോട്ടിന് പോയതാണോ കല്യാണത്തിന് പോയതാണോ? ഞാനും രാവിലെ ചോദിച്ചു, നിങ്ങൾ കല്യാണത്തിന് പോവാണോ വോട്ടിന് പോവാണോ? ഒത്തിരി പിള്ളേർക്ക് വരുന്നത്. ആ സ്ഥലമല്ലേ, അതെ. എന്റെ പൊന്നേ മതി. പിള്ളേരെയൊക്കെ നോക്കിയാ ചെന്നത്. പക്ഷെ ഉള്ളായിരുന്നു. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് അടുക്കളയുടെ ജനലിൽ കൂടെ നോക്കിയപ്പോഴത്തേക്കും കോഴിക്കോടിന്റെ ഷീറ്റൊന്നും ഇല്ല. വലിയ ആരക്കട്ട എടുത്ത് വെച്ചിട്ട് ഇപ്പം മറിച്ച് കളയാലെന്നൊക്കെ പറഞ്ഞിട്ട് പോന്നാ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ നമ്മുടെ കോഴിക്കുഞ്ഞിനെ കൊണ്ടുപോയി ചേട്ടാ. ഇത് വന്ന് നോക്കിയപ്പോൾ ഷീറ്റെല്ലാം കൂടെ പുറകെ മറിഞ്ഞ് ചാടി കിടപ്പുണ്ട്. എന്നെ കാണിച്ചു ഞാൻ അവിടുത്തെ കീരി കൊണ്ടുപോയെന്ന്. ഏതായാലും കോഴിക്കുഞ്ഞ് 2 ഉണ്ടായിരുന്നു. ആ, പറഞ്ഞു പോയതാ. പിന്നെ അതേപോലെ തന്നെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് എന്നിട്ട് ചോദിക്കുക ഖണ്ഡിക്കാറായൊന്നൊന്ന് നോക്കട്ടത്. ഞാൻ പറഞ്ഞു പൊട്ടാന്ന് പിരിച്ചതേ ഉള്ളത്, നിങ്ങൾക്ക് കൂടെ ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ലായിരുന്നല്ലോ എന്ന്. അപ്പൊ ഞാൻ പോവാണേ. വേറൊന്നും പറഞ്ഞില്ല, നിന്നെ ഒന്നും പറഞ്ഞില്ല. ഇവൻ വന്ന് 2-3 ദിവസം പറഞ്ഞു. ചിറ്റപ്പം എന്നെ പറയുന്ന ആ ഭാഷ ഞാൻ പറയുന്നില്ല. ഇവനാണോ ഇത് വന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പോയത് ചോദിച്ചോട്ട് പറയുന്നത്. അയ്യോ ഭയങ്കര പൊരിഞ്ഞ വെയിലാ കേട്ടോ. അതെ, ആ ലൈറ്റ് മിന്നുന്നു നോക്കിയാ കിടന്നോണ്ട്. അല്ല, ക്യാമറയൊക്കെ ഏതെങ്കിലും നോക്കുമ്പോ മിന്നുന്നു. ഹെൽമെറ്റ് മുഖ്യം മികിലേ. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ പോവാണേ. കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്നു കേട്ടോ. ഇതേണ്ട ചേട്ടാ ഈ ബീഫ് മേടിച്ച് തന്നു വിട്ടതാ. കുട്ടായോടെയും വീട്ടിലും അമ്മയുടെ അടുത്തൊക്കെ ഒന്ന് കയറി. അപ്പം വേണ്ടേ നല്ല അടിപൊളി ജ്യൂസ് വീണ്ടും റെഡിയാക്കി കുടിക്കാൻ പോകാം കേട്ടോ. അയ്യോ ഭയങ്കര ചൂടാണേ, ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര വെയിലാണ് പുറത്ത്. ഇന്നാണ് കയ്യെ ഓട്ട് കണ്ടുകൊണ്ട് ഗ്ലൗസ് ഇടാതെ പോയത്. കഴിഞ്ഞ് വന്ന് ഞാൻ ഇച്ചിരി അടുക്കളപ്പണിയാണ് എടുത്ത് തലയിൽ തുറക്കിയിരിക്കുന്നുണ്ട്. ഭയങ്കര ചൂടെടുത്തിട്ട് ആവി എടുത്തിട്ട് അടുക്കളയിലോട് നിൽക്കുമ്പോൾ ഫാനില്ലല്ലോ, അതുകൊണ്ട് ഭയങ്കര ചൂട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ അപ്പച്ചൻ്റെ കടയിൽ നിന്ന് മേടിച്ചു. ഇവരെ അത് കഴിഞ്ഞ് കണ്ടില്ല കേട്ടോ. ഇവർ കയറി വരുമ്പോൾ കൊടുക്കാമെന്ന് ഓർത്ത് വെച്ചിരുന്ന ഓരോന്ന്. ഇന്നലെ കല്യാണിക്ക് ഭയങ്കര പനിയായിരുന്നു കേട്ടോ. ഇപ്പം പനിക്കുന്നൊന്നുമില്ല. കല്യാണിക്ക് ഭയങ്കര പനിയായിരുന്നു ഇന്നലെ. അല്ല കല്യാണി?
എന്തോമ്മ ഇവിടെ കറി വെക്കുമായിരുന്നു കണ്ടോ. അപ്പൊ രണ്ടും കൂടെ ഒന്ന് വെല്ലടിച്ചു. ഞാനോ താരാന്ന് എൻ്റെ തലയും മുഖം കാണുമ്പോൾ പേടിച്ചോടുമല്ലോ എന്ന് ഓർത്തോണ്ട് ഞാൻ പതിയെ പമ്മി ചെന്ന് നോക്കിയപ്പോൾ വെല്ലടിച്ചിട്ട് രണ്ടും കൂടെ ഒന്ന് നിൽക്കുവാ. തല വേണമെങ്കിൽ ഞാൻ മുറത്തിയിടും. മുറത്തിനകത്ത് വേസ്റ്റ് ആയതുകൊണ്ട് കളയാം. നമുക്ക് പ്ലാസ്റ്റിക് കുപ്പി എണ്ണ കൊണ്ടിരുന്ന കുപ്പി ഉരുകിയിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വേറൊരു കുപ്പി ഇങ്ങനൊരു കാണുമ്പോൾ ചിലപ്പോൾ പുങ്ങിയിരിക്കുമ്പോൾ ഒരു സുഖമില്ല. അതല്ല സുഖമില്ല വേണ്ട വേണേ വേണ്ട 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 വേണ്ട. അവൻ എന്നാ കൊടുത്താലും ഉണ്ടല്ലോ അവൻ അതിൻ്റെ ഒരു ഓഹരി നമുക്ക് തിരിച്ചു തരും. എന്ത് ദൈവമേ. സിന്ധമ്മ ഇന്നലെ 4 എണ്ണം മേടിച്ചു. രണ്ടാണോ സിന്ധമ്മ തിന്നത്. സിന്ധമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനം ഇത്. എന്നാ ഇതിൻ്റെ പേരെന്നറിയോ? മക്രോണി. ഈ കുപ്പിയൊക്കെ കളയാന്ന് വിചാരിച്ചോണ്ട് അതിനകത്ത് എണ്ണ മൊത്തം കൊണ്ട് ഇതിനകത്തോട്ട്. കല്യാണിന്റെ കഴിഞ്ഞ ദിവസത്തെ ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഏതായിരുന്നു ഈ ഡാൻസ്? എങ്ങനെയാ കളിച്ചേ? കിങ്ങിണി മുത്തയോ? കിങ്ങിണി മുത്തിന്റെ ഡാൻസ് ഒക്കെ കളിച്ചു. കൊച്ചിനെ ആരാണ് കൊതി വെച്ചാണോ നടത്തില്ല. കൊച്ചിന് പനിയും പിടിച്ചു അല്ലേ? ഹോ കഷ്ടം. എന്താ ദൈവമേ. സമയം 4:30 കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കറിയൊക്കെ കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് പണിയെല്ലാം തീർത്ത് വെച്ചിട്ട് കുളിക്കാം, ബാക്കി വീഡിയോ ഒക്കെ അത് കഴിഞ്ഞ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മുത്തുമണികൾ 2 എണ്ണം കയറി വന്നേക്കുന്നത് അല്ലേ? ഞാനുണ്ടല്ലോ ഇച്ചിരി കിച്ചടി ശകലം തിരക്കിട്ട പണികളും കാര്യങ്ങളും ആയിരുന്നു. അതിനിടെ കല്യാണിക്കുട്ടിയൊക്കെ വന്നിട്ട് ഇറങ്ങിപ്പോയി. എന്നാ പറഞ്ഞത്, ഇച്ചിരി പണി ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ആക്കി വെച്ചു. എന്നിട്ട് ഇനി ഇപ്പോൾ സമയം പോകുന്നതിന് മുമ്പ് ഇരുട്ടുന്നതിനൊക്കെ മുമ്പേ നമ്മുടെ ഡിയോ കൂട്ടരെ കൂടെ ഒന്ന് കുളിപ്പിച്ച് കഴുകി കുട്ടപ്പനാക്കി വെച്ചിട്ട് വന്ന് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നാൽ പെട്ടെന്നൊന്ന് ഇത് കമൻസൊക്കെ ഒന്ന് നോക്കിയേക്കാം ഞാൻ വിചാരിച്ചുകൊണ്ട് ഒന്ന് നോക്കി കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഞാൻ. സത്യം പറയാം, ചുമ്മാ പറയില്ല. ഇത് കളിയാക്കുന്നൊന്നുമല്ല കേട്ടോ. ഒരു ഭയങ്കര കലാഹൃദയമുള്ള ഒരു കമൻറ്റ് ഞാൻ കണ്ടു കേട്ടോ. ഒരു കഥയാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഥ പറഞ്ഞാൽ ആ അപ്പച്ചൻ അതിനകത്ത് വ്യക്തമായിട്ട് 1-2 സ്ഥലത്ത് ഇച്ചിരിച്ച് പറയുന്നത് ഉണ്ട്. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞത് മൊത്തം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് മനസ്സിലാകുന്ന കഥയായിരുന്നു ഞാൻ പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ ആ കഥാകൃത്തിന് SJ ബ്ലോഗ്സ്, ഇപ്പം പൊട്ടിമുളച്ച ഒരു SJ ബ്ലോഗ്സ് ആണ് കേട്ടോ. എന്തേലും അവിടെ ഒരു ഭയങ്കര കഥയായിപ്പോയി കേട്ടോ. താങ്കളുടെ മനസ്സിന് ഒരു കൂപ്പോയി. അത്രയും നല്ല കഥയായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. സത്യം ഞാൻ പറയാം. താൻ കഥികനല്ല, കലാകാരനല്ല ഞാൻ, നിങ്ങളെപ്പോലൊരു വ്യക്തി മാത്രം. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കാതികന്മാരൊക്കെ പറയുന്നത്. താൻ എവിടെ ചെന്ന് നിൽക്കേണ്ട ആളാണോ? എൻ്റെ അമ്മേ, സമ്മതിച്ച് തന്നിരിക്കുന്നു കേട്ടോ. പക്ഷെ ഒരു പറ്റി എന്നാന്നറിയാമോ, ഞാൻ ആ കമൻറ്റിന് അടിയിലോട്ട് നോക്കിയപ്പോൾ ഒരു 11 കമൻറ്റ് വേറെ വന്നിട്ടുണ്ട് കേട്ടോ. ആരാ എവിടെയുള്ള പിള്ളേരാണെന്ന് പറഞ്ഞില്ല. നമ്മുടെ ചാനലിൽ കമൻറ്റ് ഇടുന്ന ഒരു വ്യക്തികൾ ഒരു 11 കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കമൻറ്റൊക്കെ വായിച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇനിയും മനുഷ്യനെ പൊട്ടം കളിപ്പിക്കാൻ നോക്കിയാൽ നമ്മൾ തന്നെ കൂടുതൽ കഥയൊക്കെ പറഞ്ഞ് സിന്ധമ്മ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ഈ ചാനലിൽ വന്ന് വിലസണ്ട കേട്ടോ. അതായിരിക്കും നല്ലത്. ശരിക്കും പറഞ്ഞാൽ ചില നേരം ചിരി വരും, കോമഡി തോന്നും കേട്ടോ. ഇത് എന്നതാണെന്ന് നമ്മളെ എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാൻ, നമ്മളെ എങ്ങനെ ദ്രോഹിക്കാൻ, നമ്മളെ ഒന്നും കണ്ടിട്ടും ഇവർക്കൊരു കുലുക്കോ ഇല്ലല്ലോ എന്നുള്ള ഒരു ഭാവത്തിലാണ് ചിലരൊക്കെ ഓരോ കഥകളുമായിട്ട് വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ കുലുങ്ങത്തില്ല. തീയിൽ കുരുത്തത് വെയിലത്തൊരിക്കലും പാടില്ല. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പം ഞാനിങ്ങനെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ചിരിച്ചോണ്ട് തന്നെ നമ്മുടെ ഹാപ്പി വീഡിയോസായിട്ട് നമ്മളിങ്ങനെ അടിച്ചു കളിക്കാം അല്ലേ? ശരിയല്ലേ? എൻ്റെ ഫാമിലി മെമ്പേഴ്സായ നിങ്ങളെല്ലാവരും പറഞ്ഞു ശരിയല്ലേ? അപ്പം നമ്മളിങ്ങനെ ഹാപ്പി വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ടേക്ക് പോവും. അതിനിടയ്ക്ക് കഥ കൊണ്ടും ഇങ്ങനെ ചെറിയ മുഴുക്കളൊക്കെ ചൊറിയാൻ വരുന്നവരും ഒക്കെ. അപ്പം എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, നമ്മൾ നമ്മുടെ കാര്യം ഇനിയെങ്കിലും നോക്കി ജീവിച്ചാൽ നമുക്ക് നന്മയുണ്ടാവും. മറ്റുള്ളവരുടെ കാര്യത്തിൽ ആരും ആയിക്കോട്ടെ, ഈ SJ ബ്ലോഗ്സ് ആരും ആയിക്കോട്ടെ, എനിക്കറിയത്തില്ല. SJ ബ്ലോഗ്സിനോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, താങ്കളുടെ കുടുംബത്തെ കാര്യങ്ങൾ നോക്കി പോകൂ. മറ്റുള്ളവരുടെ കഥയൊന്നും ഇങ്ങനെ ചെയ്യാതിരിക്കൂ, അതാണ് നല്ലത്. അതല്ലെങ്കിൽ ഇട്ടടത്ത് കിടക്കണം. താനത് എന്തിനാണോ താനത് ഇതാക്കിയിട്ട് പോയത്? എനിക്കതാ വീണ്ടും കാരണം എൻ്റെ ആ കമൻസോട് ഒരു 10 പേര് കാണുമായിരുന്നെങ്കിൽ എനിക്കൊരു പഞ്ച് കിട്ടിയേനെ.
എന്തായാലും ഇങ്ങനത്തെ ടീംസിനെയൊക്കെ എന്നാ പറയുന്നത്. എന്തായാലും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് എനിക്കിത് പറയാതിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പുതിയൊരാളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അയ്യോ, എൻ്റെ അച്ഛനാ ഇങ്ങനെ വെച്ച് തന്നിട്ട് പോയത്. സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ട് തന്നിട്ട് പോയത് കണ്ടായിരുന്നോ ഉച്ചയ്ക്ക്. കണ്ടായിരുന്നോ? ഞാൻ ഇപ്പം സോപ്പ് ഷാമ്പൂ ഒന്നും ഇടുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അഴുക്കായിട്ടില്ല നമ്മുടെ വണ്ടിയിൽ. ഇച്ചിരി പൊടിയേ ഉള്ളൂ. അത് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാറാനുള്ളതല്ലേ അല്ലേ? ഇന്നലെ പുതിയതുപോലെ ആയിക്കോളൂ അല്ലേ? ഈ നമ്മുടെ ഇവിടുത്തെ ഇവിടെയൊക്കെ ഇച്ചിരി ആയിക്കൊണ്ട് ഉണ്ടോ? പിന്നെ ടയറിന് എന്നാ കാണിച്ചാലും ഇതാകത്തില്ല. ടയറ് ഒഴിക്കണ്ടല്ലേടാ? മണ്ണാവും എന്നാ കാണിച്ചാലും അല്ലേ? എന്നാ ചെടിയൊന്നും ഇത്ര ഇങ്ങനെ അങ്ങനെ പിടിച്ചോ? ആ അടുത്തോളൂ ദേ വരുന്നു. ഇങ്ങോട്ട് ഒരു കപ്പ് വെള്ളം. ഇവിടെ ഭയങ്കര കളിയാ കേട്ടോടാ. ആ വലിയ ദിവസം എടുത്തങ്ങ് ചീറ്റിച്ചാൽ മതിയായിരുന്നല്ലേ? പുതിയ വണ്ടി മേടിച്ചോന്നോ? നീ കണ്ടില്ലായിരുന്നു ഇവിടെ മറിയ? കണ്ടില്ലേ? അതെ, അവള് കണ്ടില്ല കേട്ടോ വണ്ടി. ഈ മറിയാമ്മ ഈ വീട്ടിലെങ്ങും അല്ലായിരുന്നു ഇത്ര നാളും. ആ കീഴിലേ അയ്യോ നീ ഒഴിക്കണ്ട, നീ കുളിച്ചല്ലേ പനിയല്ലേ? ഇല്ലേ അങ്ങനെ കുളിക്കാതെ. എനിക്ക് കുളിച്ചാലും കുഴപ്പമില്ല. എന്നാ മതിയോ? എനിക്ക് ചൂടാ ഭയങ്കര. അതുകൊണ്ട് തന്നെ ഉടുപ്പൊക്കെ അടിക്കുന്നേ. അവളുണ്ടല്ലോ പാട്ട് വെച്ചെങ്കിലേ ഡാൻസ് വരത്തുള്ളൂ. പാട്ട് വയസ്സിന്തുമ്പോ ഞാൻ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ. അതെന്നാടാ? ആ ബാറ്റ് കളിക്കാൻ പോകണോ? ഒരുത്തൻ ബാറ്റ് ഞങ്ങൾ വണ്ടിയൊക്കെ കഴുകി കുട്ടപ്പനാക്കി സെറ്റാക്കി വെച്ചു കേട്ടോ. നല്ല കുട്ടപ്പനാക്കി. ആ ബാറ്റ് കളിക്കുന്നു. ഇപ്പം ബാറ്റോ ക്രിക്കറ്റോ എന്നാ വേണേൽ കളിക്കാം. ചേച്ചി അവിടെ ഇരുന്ന് നോക്കിക്കോട്ടിരിപ്പുണ്ട് കേട്ടോ. എന്നാ വേണേൽ കളിക്കാം. ഒന്നുമില്ലല്ലോ, മൈതാനം മുടങ്ങി കിടക്കാന്നല്ലേ ഈ പ്രദേശം മൊത്തം അല്ലേ? അങ്ങനെ ഓട്ടുമൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നു. ഇത് കണ്ടോ എൻ്റെ കൈ ശരിക്കും നന്നായിട്ട് പക്ഷി പറ്റിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് എൻ്റേത് ഇപ്പോഴും ഉണ്ടല്ലോ പഴയ അഡ്രസ്സിൽ തന്നെയാണ് കിടക്കുന്ന. ഇലക്ഷൻ വോട്ടർ ഐ ഡി. എനിക്ക് അതുകൊണ്ട് വോട്ടർ ഐ ഡി കിട്ടിയിട്ടില്ല. ഇന്നാൾ ഒരു പ്രാവശ്യം ഞാൻ 1 സെയിമൊക്കെ എടുത്ത് കൊടുത്തതാണ് പിന്നെ ആക്കാൻ വേണ്ടിയിട്ടേ. പക്ഷെ അത് മാത്രം റെഡിയായി കിട്ടിയിട്ടില്ല. പക്ഷെ വോട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പഴയ തിരിച്ചറിക്കാരൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അങ്ങനെ പോയി വോട്ടൊക്കെ ചെയ്തു. അതുകൊണ്ട് വോട്ടിൻ്റെ സമയമാകുമ്പോൾ എന്നാണേലും എന്നെ നമ്മുടെ തറവാട് വീടിൻ്റെ അവിടെ ഉള്ളവരൊക്കെ വിളിക്കും. ഒരു 3-4 പേര്, എടീ നിൻ്റെ വോട്ടുണ്ട് കേട്ടോ, ഇവിടെ വന്നേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും കുറേ വോട്ടിന് പോയതുകൊണ്ട് എന്നാ പറയുക, അവിടെ നമ്മുടെ പരിസരത്തുള്ള കുറേ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റി. വലിയ ഓവർ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇന്ന്. എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു, കാണാനും ഒക്കെ പറ്റി. പിന്നെ കഴിച്ചിട്ടാണോ വന്നതെന്നൊക്കെ ചോദിച്ചു സുനിൽ, നമ്മുടെ അയ്യപ്പഞ്ചാൻ്റെ സുനിൽ, നമ്മൾ തറവാട് വീടിൻ്റെ തൊട്ട് താഴത്തെ കേട്ടോ. അല്ലെങ്കിൽ അപ്പവും ഗ്രീൻ ബീൻസ് കറി ഉണ്ട് കഴിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചിട്ടാണ് വന്നത് പറഞ്ഞു കേട്ടോ. അപ്പം എല്ലായിടത്തും ഒന്ന് പോയി. പിന്നെ മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാവനെ ഒന്ന് കാണാൻ പോയി കേട്ടോ. ഞങ്ങൾ അമ്മയുടെ മൂത്താണോ ഇളതാണോ തോന്നുന്നു കേട്ടോ. അയ്യോ മൂത്താണോ ഇളതാണോ എന്ന് കറക്റ്റ് എനിക്കറിയത്തില്ല. ഞങ്ങൾ ഇക്കാന്നാണ് അമ്മാവനെ വിളിക്കുന്നത് കേട്ടോ. ഇക്കാന്നാണ് വിളിക്കുന്നത്. ഭാസ്കരൻ എന്നാണ് ആളുടെ പേര്, പക്ഷേ ഞങ്ങൾ ഇക്കാന്നാണ് വിളിക്കുന്നത്. ഇക്കായ്ക്ക് തീരുമാനം വയ്യാണ്ടായിപ്പോയി, ശ്വാസം മുട്ടലും കാര്യങ്ങളും. ആകുന്ന കാലത്ത് കുറേ അധികം കഷ്ടപ്പെട്ട ആളാണ്. ഇപ്പോൾ ഒട്ടും വയ്യാണ്ടായിപ്പോയി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറേ ദിവസം ആശുപത്രിയിലൊക്കെ ആയിരുന്നു കേട്ടോ. എന്നെ ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല. ഇക്കായ്ക്ക് 2 ആമക്കളും 1 മോളുമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പം വഴി സൈഡിലോട്ട് മോൻ്റെ വീട്ടിലുണ്ട്. മോനാരുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലത്തെ വീടാണ്. അപ്പോൾ ഇന്ന് അവിടെ പോയി ഇക്കായെ കണ്ടു. സത്യം പറഞ്ഞാൽ ഒത്തിരി വിഷമം തോന്നി. അസ്ഥി പോണൊക്കെ ഓടിച്ചാടി നടന്ന് ഇക്ക ഭയങ്കര ഇതായിരുന്നു കേട്ടോ. മരത്തേക്കറ്റവും പന ചെത്തുക, തെങ്ങ് ചെത്തുക, പിന്നെ എന്നാ ഈ ലാസ്റ്റ് ഈ ഒരു പനയത്തും കള്ളിയത്തും ഒക്കെ കഴിഞ്ഞ് അവർ സമയമായപ്പോഴത്തേനും അടയ്ക്കാൻ പറിക്കുന്ന പണിക്ക് പോകുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു കവുങ്ങുന്നുണ്ടല്ലോ ഇങ്ങനെ ഓടിപ്പോയി അടുത്ത കവുങ്ങിലോട്ടൊക്കെ കയറുമായിരുന്നു.
അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് അപ്പം അങ്ങനെ ചെമ്പന്ന പാക്കിന് നമ്മളിവിടെ പറയുന്നത് അത് പറിച്ചുകൊണ്ട് വരും. എന്നിട്ട് അയലൊക്കത്തെ 2-3 വീട്ടിലെ ചേച്ചിമാർക്കൊക്കെ പണിയാകും. കുറേ നാളത്തേക്ക് ഇങ്ങനെ പൊളിക്കുകയല്ലേ. അപ്പം ആറ്റുകാലിൽ താമസം വന്നപ്പോൾ ഞങ്ങളും പോകുമായിരുന്നു കേട്ടോ പൊളിക്കാനായിട്ട്. ഞാൻ തന്നെ ആറ്റുകാലിൽ ഞാനും ജാസിനും കുഞ്ഞുങ്ങളും താമസിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഞാനും പോകുമായിരുന്നു പാക്ക് പൊളിക്കാനായിട്ടൊക്കെ. എൻ്റെ പകൽ വേറെ പണിക്ക് പോവും, രാത്രി ഇക്കാടവിടെ പോയി പാക്ക് പൊളിക്കാൻ പോകും. അപ്പോൾ എക്സ്ട്രാ പൈസ കിട്ടുകയല്ലേ. എത്രയും കണ്ട് കുഞ്ഞു പൈസയൊക്കെ ആയിരുന്നു, പക്ഷേ അത് വിലപ്പെട്ടതായിരുന്നു അന്ന്. അങ്ങനെ പോകുമായിരുന്നു. പിന്നെ ഇക്കാട് അവിടെ ചെന്നപ്പോൾ നേരെ ഫ്രണ്ടിലല്ലേ മോനായുടെ, അത് ഭയങ്കര ഒരു വിഷമമായി പോയി. വീട് കിടക്കുന്നതും ചെമ്പരത്തി എല്ലാം വളർന്നാലും അവൻ വേലിയൊക്കെ കറക്റ്റായിട്ട് വെട്ടി റെഡിയാക്കി. ഏലം എന്നോ നല്ല ഏലം ഇലക്കാന്നറിയാം, മൊത്തം ഏലം ഉണങ്ങിപ്പോയി. കിടക്കുന്ന കണ്ടിട്ട് ഭയങ്കര വിഷമം വന്നു കേട്ടോ. ശരിക്കും ഓരോ ഇല്ലാത്തടത്തുനിന്ന് ഉണ്ടാക്കി അവനാണല്ലോ അവളാണേലും പറമ്പൊക്കെ നീറ്റാക്കി എല്ലാം ഇതായതായിരുന്നു കേട്ടോ. മുഴുവൻ ഏലവും വാടി ഉണങ്ങി കരിഞ്ഞു പോയി. അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു വിഷമം. അതാണ് ഇപ്പം നമുക്ക് ആ മോൾ ഭാഗത്തോട്ട് കൂട്ടുകാരോട്ടൊക്കെ ആണെങ്കിലും പോകുമ്പോഴത്തേക്കും ഒരു വിഷമം, മോനായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു ഭയങ്കര ഒരു വിഷമം. പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ചിന്തയിലും മനസ്സിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കണ്ടു കഴിയുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് അങ്ങ് ഭയങ്കരമായിട്ട് ചിന്തയും കാര്യങ്ങളും ദിവസങ്ങളും എല്ലാം ഓർമ്മ വരും. എന്തോ ഒരു ഭയങ്കര ഒരു വിഷമം അവിടെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം. എന്നെ ചെയ്യാനല്ലേ, സഹിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലായിടത്തും പൂട്ടൊക്കെ വന്നു. ഇനിയിപ്പോൾ എനിക്ക് മെയിനായിട്ട് പണിയെന്ന് വെച്ചാൽ ഡിയോ കുട്ടനെ ഒന്ന് നന്നായിട്ട് കഴുകണം. അവനെ നിറച്ച് പൊടി പിടിച്ചിരിക്കുക. ഇവിടെ എല്ലാം മണ്ണെടുത്തിട്ടേക്കല്ലേ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പിരിവെണ്ണി ഇന്നലെ കൊണ്ടുപോയില്ല. അന്നേരം ചപ്പാത്തിലൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നേ, വഴി ഇങ്ങനെ സെറ്റാകാൻ വേണ്ടി. അതിൻ്റെ അതിലെ കൂട്ടാൻ തോന്നുന്നു മൊത്ത ചെളി. ഇന്നിപ്പോൾ ഞാനവിടെ കുട്ടാനവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നോക്കിയപ്പോഴത്തേക്കും മൊത്ത ചെളി അഴുക്കൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവനെ ഒന്ന് നല്ല കുട്ടനായിട്ട് കഴിയണം. പിന്നെ ചേട്ടായി ബീഫ് മേടിച്ച് തന്നിട്ടുണ്ട്, അത് കറി വെക്കണം. അങ്ങനെ കുറേ പണികളുണ്ട്. അപ്പോൾ ആ പണിയിലോട്ടൊക്കെ അങ്ങ് പോട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽ ബട്ടനോട് ഒന്ന് ഇടിച്ചു പിടിച്ചേരാം കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.